ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു സ്ട്രക്ചർ ബേബി ഫ്രോക്ക് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 2 to 3 year old കിഡ്സിന്റെ സൈഡ് ഷാർട്ടിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമുക്കൊന്ന് കാണാം. പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് വരച്ചത് എല്ലാവർക്കും മനസ്സിലായോ? ആദ്യം തന്നെ നമ്മൾ 2 ബേസ് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 to 3 year old കിഡ്സിന്റെ സൈഡ് ഷാർട്ടിലുള്ള ഒരു ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ പോയിന്റ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 4.5 ഇഞ്ചാണ്. അതിനുശേഷം എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കഴുത്തിറക്കവും കഴുത്തകലവും മാർക്ക് ചെയ്യുന്നു. അതായത് നെക്ക് വിഡ്ത്ത്, നെക്ക് ഡെപ്ത് രണ്ടും ഞാൻ 2.5 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഷോൾഡർ പോയിന്റ് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തോട്ട് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ എത്രയാണോ ഷോൾഡർ പോയിന്റ് എടുത്തിരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ആം ഹോൾ ആക്കിയും കൊടുത്തിരിക്കുന്നത്. ആം ഹോൾ എന്ന് പറയുന്നത് കൈക്കുഴിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ എത്രയാണോ ഷോൾഡർ പോയിന്റ് കൊടുക്കുന്നത് അതിൽ നിന്നൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി വേണം ആം ഹോൾ ആക്കി കൊടുക്കാനെന്ന്. കാരണം കുട്ടികൾക്ക് ഇടാനും ഊരാനും ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ നമ്മൾ പുറകിൽ സിബ് പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം പുറകിൽ ഓപ്പണിംഗ് ഒന്നും വരാത്ത ഉടുപ്പുകൾക്കാണെങ്കിൽ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഷോൾഡർ പോയിന്റ് എത്രയാണോ കൊടുത്തത് അത് തന്നെയാണ് ആം ഹോൾ ഡെപ്ത് ആക്കിയും കൊടുത്തേക്കുന്നത്. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ചെസ്റ്റിന്റെ സൈസ് മാർക്ക് ചെയ്യുകയാണ്. നമ്മുടെ ചെസ്റ്റിന്റെ ചുറ്റളവ്, അതായത് ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക. അതിന്റെ 4/1 എടുക്കുക. അതിനോടൊപ്പം ഒരു 1/4 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് 5.5 ഇഞ്ച് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു ടോപ്പിന്റെ ഇറക്കം എന്തോരം വേണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ വേസ്റ്റിന്റെ ലെങ്ത് ആണ് ഞാനിവിടെ ഇറക്കമാക്കി എടുത്തിരിക്കുന്നത്. അതൊരു 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ച് വരച്ച പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു. ആ ലൈനിലാണ് ഇനി നമ്മൾ വേസ്റ്റ് സൈസ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക. അതിന്റെ 4/1 എടുത്തിട്ട് അതിനോടൊപ്പം ഒരു 1/4 ഇഞ്ച് ലൂസും കൂടെ കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് 5.25 ഇഞ്ച് വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കഴുത്തിറക്കം വരച്ച ആ ഒരു ലൈൻ ഉണ്ടല്ലോ, നെക്ക് ഡെപ്ത്, അവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഷോൾഡറിലോട്ട് തിരിച്ചൊരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തു. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്, ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ആം ഹോൾ ഡെപ്ത് ഉണ്ടല്ലോ, നമ്മുടെ ചെസ്റ്റ് ലൈനിൽ നിന്ന് ആം ഹോൾ ഡെപ്തിലോട്ട് കണക്ട് ചെയ്യുന്ന ആ ഭാഗത്ത് ഒരു 1 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യും. എന്നിട്ട് ഈ പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ കൈക്കുഴി ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനോടൊപ്പം തന്നെ നമ്മുടെ കഴുത്തും നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ചെസ്റ്റ് ലൈൻ വരച്ചിരിക്കുന്ന ആ ഒരു ലൈൻ കണ്ടോ, ആ ലൈനിൽ നിന്ന് നമ്മുടെ ആം ഹോൾ ഡെപ്തിന് മുകളിലോട്ടാണ് 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തേക്കുന്നത്. ഈ പാറ്റേൺ ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ 2 കോട്ടൺ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഫ്രണ്ട് ബോഡീസ് ട്രേസ് ചെയ്യാനും മറ്റൊന്ന് ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യാനും. ഫ്രണ്ട് ബോഡീസ് നമുക്ക് സാധാ ട്രേസ് ചെയ്യുന്ന പോലെ ചെയ്യാം. ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം, അതായത് തുണി മടക്കിയതിന് ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം വേണം ട്രേസ് ചെയ്യാൻ. ഈ 1 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സിബ് പിടിപ്പിക്കാനായിട്ടുള്ള സീം അലവൻസ്, അതായത് തയ്യൽ തുമ്പാണ് കേട്ടോ. പിന്നെ ട്രേസ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ കൊടുക്കുന്നത് നമ്മുടെ ചുറ്റും തയ്യൽ തുമ്പ് കൊടുക്കുകയാണ്. അതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ഷോൾഡറിന് 1/2 ഇഞ്ചാണ്, സ്ലീവിനും 1/2 ഇഞ്ചാണ്, കഴുത്തിന് 1/4 ഇഞ്ച്, സൈഡ് സീമിന് 1 ഇഞ്ച്, ഹെമ്മിനും 1 ഇഞ്ച്. ഇത് നമ്മൾ 2 പാറ്റേണിനും ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലോട്ട് ഇതൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. നിങ്ങളൊന്ന് കണ്ടിട്ടു.
ഇനി നമ്മൾ ചെയ്യുന്നത് 2 ഇഞ്ച് വീതിയിലും 4.5 ഇഞ്ച് നീളത്തിലും ഞാൻ 2 തുണി കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോൾഡർ സ്ട്രാപ്പ് പിടിപ്പിക്കാനാണ്. ഷോൾഡർ സ്ട്രാപ്പിന്റെ ഒരു വശത്തിലോട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 1.25 ഇഞ്ചാണ്. അപ്പോൾ 2 വശം വരുമ്പോൾ 3.5 ഇഞ്ച് വരും. അതിനോടൊപ്പം ഞാനൊരു 1 ഇഞ്ച് തയ്യൽ തുണി കൂടി ചേർത്താണ് 4.5 ഇഞ്ച് നീളത്തിൽ എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ സ്കേർട്ട് പോർഷൻ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ലൈനിങ് ആയിട്ട് ക്രേപ്പ് മെറ്റീരിയൽ ആണ് എടുക്കുന്നത്. ഒരു മീറ്റർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ക്രേപ്പിന്റെ ഹൈറ്റ് വന്നിട്ട് 13 ഇഞ്ചാണ്. നമ്മുടെ ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് 18 ഇഞ്ചാണ്. അതിൽ ടോപ്പിന്റെ 7 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 11 ഇഞ്ച് കിട്ടും. അതിനോടൊപ്പം 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്താണ് നമ്മൾ 13 ഇഞ്ച് കൊടുത്തേക്കുന്നത്. ഇനി ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിന്റെ 3 ഇരട്ടി എടുക്കുക. അതിനോടൊപ്പം 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുക. അങ്ങനെയാണ് 65 ഇഞ്ച് കിട്ടിയേക്കുന്നത് കേട്ടോ. ഇനി കോട്ടൺ ലൈനിങ് ആണ്. അത് ഞാനൊരു 1.5 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. കോട്ടൺ ലൈനിങ്ങിന്റെ ഹൈറ്റ് ഞാനൊരു 10 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ 2 ലൈനിങ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഒരു ബൗൺസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ലൈനിങ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെയും ലെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടിന്റെ 3 ഇരട്ടി എടുക്കുക. അതിനോടൊപ്പം 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുക. ഇവിടെ നമ്മൾ 1 ഇഞ്ച് വീതിയിലാണ് പ്ലീറ്റ്സ് കൊടുക്കുന്നത്. 2 ലൈനിങ്ങിനും നമ്മൾ അങ്ങനെ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ എടുക്കുന്നത് നമ്മുടെ നെറ്റ് ഫാബ്രിക് ആണ്. ഈ ഒരു ഉടുപ്പ് ചെയ്യാൻ ഞാൻ ഒരു 5 മീറ്റർ നെറ്റാണ് വാങ്ങിച്ചേക്കുന്നത്. നമ്മൾ ഈ ഒരു ഫ്രോക്കിന് 3 ലെയർ ആക്കിയാണ് നെറ്റ് കൊടുക്കുന്നത്. ആദ്യത്തെ ലെയർ തന്നെ 2 സെറ്റ് വീതം വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറിന്റെ വീതി നമ്മളൊരു 4.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ലെയറിന്റെ വീതി നമ്മളൊരു 5.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. തേർഡ് ലെയറിന്റെ വീതിയും നമ്മളൊരു 5.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓരോ ലെയേഴ്സും നമ്മൾ ഗ്യാദേഴ്സ് ആക്കിയാണ് എടുക്കുന്നത് കേട്ടോ. ഗ്യാദേഴ്സ് ഇട്ടാണ് നമ്മൾ ഓരോ ലെയറും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗ്യാദേഴ്സ് നമ്മൾ കൈകൊണ്ട് ചുരുക്കി അല്ല എടുക്കുന്നത്. ഞാൻ ഇതിനു മുൻപ് ഗ്യാദേഴ്സ് ചെയ്യുന്ന മെത്തേഡിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കാണുന്നെങ്കിൽ കാണാം കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മൾ ഗ്യാദേഴ്സ് ചെയ്യുന്നത്. പിന്നെ നെറ്റിന് നമുക്ക് ടോട്ടൽ എത്ര നീളം വേണമെന്ന് ഈ ഒരു മെത്തേഡിൽ ഗ്യാദേഴ്സ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ലെയർ എടുക്കാനായിട്ട് 2 പീസ് നെറ്റാണ് ജോയിൻ ചെയ്തത്. സെക്കൻഡ് ലെയർ എടുക്കാനായിട്ട് 5 പീസ് നെറ്റാണ് ജോയിൻ ചെയ്തത്. തേർഡ് ലെയർ എടുക്കാനും 5 പീസ് നെറ്റാണ് ജോയിൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത്, നമ്മുടെ ക്രേപ്പിന്റെ താഴ്ഭാഗം രണ്ടായിട്ട് മടക്കിയടിക്കുക. അതേപോലെ ലൈനിന്റെയും മടക്കിയടിക്കുക.
അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് വീതിയിൽ കുഞ്ഞി കുഞ്ഞി പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രേപ്പിനെ ഞാനൊരു 3 ഈക്വൽ ഭാഗമാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ 3 ലെയർ ഫ്രോക്ക് ആണല്ലോ. ആ ഓരോ ലെയറും കറക്റ്റ് വീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഞാൻ 3 ആക്കി ഡിവൈഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ആദ്യം താഴത്തെ ലെയറിൽ നെറ്റ് അറ്റാച്ച് ചെയ്യാം. നെറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ വരച്ച ലൈനിൽ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തയ്യൽ തുമ്പൊന്നും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു, ഒരു ലെയറിൽ തന്നെ 2 പീസ് നെറ്റാണ് വരുന്നത്. അങ്ങനെ നമ്മൾ താഴത്തെ ലെയറും അതിന് തൊട്ട് മുകളിലത്തെ ലെയറും ഇതേപോലെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും അടുത്ത ലെയർ ആയിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. അടുത്ത ലെയർ അല്ല അറ്റാച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗ്യാദേഴ്സ് കൊടുക്കുകയാണ്. നമ്മൾ ആ ക്രേപ്പിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മൾ ഗ്യാദേഴ്സ് കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്യാദേഴ്സ് കൊടുത്തതിന് ശേഷം അവസാനം ഈ 3 ലെയർ അറ്റാച്ച് ചെയ്യാം. അതിലും കുറച്ചും കൂടെ നമുക്ക് തയ്ക്കാനുള്ള എളുപ്പം എനിക്ക് ഈ ഒരു രീതി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. ഗ്യാതറിങ് ഞാനിവിടെ നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് ചുരുക്കി ചുരുക്കി എടുക്കുന്ന മെത്തേഡ് ഉണ്ടല്ലോ, അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ക്രേപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് 65 ഇഞ്ചായിരുന്നു. അത് നമ്മൾ ചുരുക്കി ചുരുക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്തിലോട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഒരു സൈസ് 4/1 എന്ന് പറയുന്നത് 5.25 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ 4 ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും 21 ഇഞ്ചാണ് കിട്ടുന്നത്. അതിനോടൊപ്പം 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂടി ചേർത്താണ് 23 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിത് ചുരുക്കി എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ ഫസ്റ്റ് ലെയറും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ തുണി തിരിച്ചിട്ടിട്ട് നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്യുകയാണ്. ലൈനിങ് നമ്മൾ ഓൾറെഡി 2 ലൈനിങ് ആയിരുന്നു തയ്ച്ചെടുത്തിരുന്നത്. അതിൽ ആദ്യത്തെ ഒരു ലൈനിങ് നമ്മളിപ്പോൾ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യുക, ഇനി നമ്മൾ തുണിയുടെ നല്ല വശത്തോട്ട് നമ്മുടെ ടോപ്പിൻ്റെ ഭാഗത്തെ നല്ല വശം വെക്കുക. അതായത് നല്ല വശവും ഇതേപോലെ കമത്തി വെക്കുക. എന്നിട്ട് നമ്മുടെ ആ വേസ്റ്റിൻ്റെ ആ ഭാഗം തയ്ച്ചെടുക്കുക. തയ്ച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ടോപ്പിൻ്റെ പുറത്തോട്ട് നമ്മളിനി നേരത്തെ തയ്ച്ചു വെച്ച ഒരു ലൈനിങ്ങും കൂടി ഉണ്ടായിരുന്നല്ലോ, അതും കൂടി വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കണ്ടോ, തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ഫ്രോക്കിൻ്റെ ഉൾഭാഗം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ സിബാണ് അറ്റാച്ച് ചെയ്യുന്നത്. സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തോരം ഫാബ്രിക്സ് എടുത്തു എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.